ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ലക്സംബർഗിൽ നിന്ന് ഇറ്റലിക്കുള്ള ട്രിപ്പിലാണ് കേട്ടോ. നമ്മൾ ഓസ്ട്രിയയിലെത്തി. നമ്മൾ ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, ഇങ്ങനെയാണ് നമ്മളെ റൂട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓസ്ട്രിയയിൽ കൂടെയാണ് പോകുന്നത്. ഓസ്ട്രിയ കംപ്ലീറ്റ്ലി സ്നോയും -8 നമ്മളെ ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഓസ്ട്രിയയിലെ സ്നോയും കാര്യങ്ങളും എനിക്കൊന്ന് കാണിക്കാൻ വെച്ചാൽ നവംബർ 28 കേട്ടോ. നമുക്കിത് വീക്കെൻഡാണ്. നാളെ നമ്മൾ ബീച്ചിലെത്തുമെന്ന് അറിയില്ല. വെയിൽ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, വെയിൽ ഉദിച്ച് വരുന്ന ആ വീഡിയോ കാണുന്നുണ്ട്. വെയിലും ഉണ്ട്, സ്നോയും ഉണ്ട്. അതാ സൂര്യൻ ഉദിച്ച് വരികയാണ്. ഫുള്ളി സ്നോ ആണ് കേട്ടോ. ഈ മൗണ്ടെയ്ൻസ് ആണ് ഓസ്ട്രിയ കൂടുതലും. മൗണ്ടെയ്ൻസ് ഒക്കെ സ്നോയിലാണ്. അതേപോലെ ടണൽ, നമുക്ക് കണ്ടമാനം ടണലുണ്ട്. നമുക്ക് ഓസ്ട്രിയ കൂടെ എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ ടണൽ മാർഗ്ഗമാണ് കൂടുതൽ നമ്മളെ യാത്ര. സൂര്യൻ വന്നു കേട്ടോ. സൂര്യൻ ഉദിച്ചു. സൂര്യൻ പൊന്തി വന്നു ഗൈസ്. കണ്ണിൽ വെയിലടിച്ചു തുടങ്ങി ഗൈസ്. നമുക്ക് നമ്മളെ വിൻഷീൽഡ് താത്തിയിടാം. ഫുള്ളി പച്ച മൊത്തം വെള്ളയിൽ മൂടിക്കഴിഞ്ഞു ഫുള്ളായിട്ട് കേട്ടോ. അതേപോലെ റോഡിൻ്റെ 2 സൈഡിലും ഐസാണ്. ഈ റോഡിൽ കെമിക്കൽ ഇടുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് റോഡ് ക്ലീനായി വരുന്നത് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളും ഐസ് വീഴുമ്പോഴത്തേക്ക് അത് ക്ലീനാക്കി നമുക്ക് എന്ത് ചെയ്യും, റോഡിൽ കെമിക്കൽ ഇടും. ആ കെമിക്കൽ വന്നു കഴിഞ്ഞാൽ ഐസ് അങ്ങനെ കട്ടയിൽ നിൽക്കില്ല, അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമുക്ക് റോഡ് അത്രയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഇനി കണ്ടിന്യൂസ് ഫാളാണെങ്കിൽ നമുക്ക് റോഡിൽ ഐസും കാര്യങ്ങളും സ്ലിപ്പാവും, വണ്ടി സ്ലിപ്പാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു കണ്ടോ മലനിരകളൊക്കെ കണ്ടോ ഗൈസ്. പച്ചപ്പ് നിറഞ്ഞ മലനിരകളൊക്കെ പച്ചേൻ്റെ മുകളിൽ ഐസ് വീണ് വെള്ളയിലേക്ക് മാറി ഗൈസ്. ബെൻസിൻ്റെ ഒരു കാറ് നമുക്കിനിയും ഉണ്ട് കേട്ടോ. 250 കിലോമീറ്റർ ഉണ്ട് ഡെലിവറിയിലേക്ക്. ഈ ചെടീൻ്റെ മുകളിലൊക്കെ ഐസ് വന്ന് പത പോലെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ മലനിരേൻ്റെ മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റാറില്ല. അവിടെ ആ സ്പേസിൽ വീട് കിടക്കുന്നുണ്ട്, ആ മലേൻ്റെ മുകളിൽ. ഇതൊരു ചെറിയ പാർക്കിംഗ് ആട്ടോ, ട്രക്ക് പാർക്കിംഗ്, ചെറിയ പാർക്കിംഗ് ആണ്. വാഷ്റൂം ഉണ്ട്, ചെറിയൊരു സെറ്റപ്പ് വാഷ്റൂം ഉണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ 45 റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റിയൊരു വാഷ്റൂമാണ്. ഐസിൻ്റെ ഇടയിൽ കൂടെ വെയിൽ വന്നു. വെയിൽ നമ്മളെ കണ്ണിലേക്ക് അടിച്ച് കയറുന്നുണ്ട് ഗൈസ്. ലക്സംബർഗിലൊന്നും നമുക്ക് സ്നോഫാളൊന്നും ഇല്ലായിരുന്നു. തീരെ നമുക്ക് സ്നോഫാളും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ടെമ്പറേച്ചർ കുറവാണ്. നമുക്ക് 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെയാണ്. തണുപ്പാണ് പുറത്ത്. നമുക്ക് വണ്ടീൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്യില്ല. നമ്മൾ ഓൾവേസ് നമ്മളെ ഹീറ്റർ ഓൺ ആയിരിക്കും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. വണ്ടിയിൽ 25 ടൺ ഉണ്ട്. അതുകൊണ്ട് വണ്ടി കുറച്ച് ചെറിയ കയറ്റം വരുമ്പോഴത്തേക്ക് വലി കുറവുണ്ട് ഗൈസ്. അതുകൊണ്ടോ ഒരു വീട്ടിലവിടെ പോകാം. അടുപ്പൊക്കെ പുകച്ച് തുടങ്ങി ഗൈസ്. ഇതാണൊരു ഐസ് വൈബ് എന്ന് പറയുന്നത്. സ്പീഡ് 100 ഉണ്ട്. നമ്മളൊരു ടണലിലേക്ക് കയറാൻ പോകട്ടോ. നിങ്ങൾക്ക് ടണൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആ ടണൽ അത്ര
ചെറിയ ടണലാട്ടോ. കാണാൻ പറ്റുമോ അറിയില്ല. ഇതാണ് ഒരു ടണൽ, ചെറിയ ടണലാണ്. നമ്മൾ ടണലിൽ കയറി ടണലിൻ്റെ ഉള്ളിൽ എയർ പാസേജും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കണ്ടോ ഒരു 2 സൈഡും മലനിര, ഫുൾ സ്നോ ഗൈസ്. സ്റ്റേഷൻ ഉണ്ട് 5 കിലോമീറ്റർ. അതിൻ്റെ ബോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത് പച്ചയിൽ കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റും, നമുക്ക് വേണ്ടി റെസ്റ്റ് എടുക്കണേ റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് കാണിക്കാനാണ് ആ ബോർഡ്. സൂര്യൻ വന്ന് സ്നോവിൻ്റെ വീണ് വേണ്ടി നല്ലൊരു ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ, കാണാൻ നല്ലൊരു രസം. വില്ലാച്ചി ഗ്രാസ്, ഇറ്റലി ആട്ടോ, ഇറ്റലിക്കാണ് പോകേണ്ടത്. കാണാൻ പറ്റുമോ അറിയില്ല, അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. സ്നോയിൽ മൂടിക്കിടക്കുകയാണ് വീടുകളൊക്കെ. നമ്മുടെ വണ്ടീൻ്റെ ഗ്ലാസ് അത്ര നീറ്റല്ല, അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ നമ്മൾ കഴുകണം വിചാരിക്കും. പക്ഷെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് തണുപ്പുകൊണ്ട് നമ്മൾ മടിയാണ്, ലേസി. ഇനിയിപ്പോൾ നമുക്ക് വീക്കെൻഡ് ആണെങ്കിൽ നമുക്ക് ബീച്ച് പോകാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സർവീസ് ചെയ്യണം മൊത്തത്തിൽ. കാരണം നമ്മളെ പ്ലാൻ കേട്ടോ. നമുക്ക് വണ്ടീൻ്റെ അകത്ത് കുറേ വാർണിങ്സ് വന്നായിരുന്നു. ഈ തണുപ്പ് വരുമ്പം ഈ സെൻസേഴ്സ്, റെനോൾട്ടിൻ്റെ നമുക്ക് കമ്പനി കുറേ ടൈപ്പ് ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ റെനോൾട്ടിന് കണ്ടമാനം സെൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ സെൻസേഴ്സ് ഇങ്ങനെ തണുപ്പ് വരുമ്പം ഡാമേജും റിപ്പയറും കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ തണുപ്പ് പോയി കഴിഞ്ഞാൽ ചില വാണിങ്ങൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ റിട്ടേൺ ആവുന്നുണ്ട്. ഈ വിൻ്ററിലാകുമ്പോഴുള്ള പ്രശ്നങ്ങളതാണ്, കുറേ വാണിങ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകും. റെനോൾട്ട് ട്രക്ക് കേട്ടോ, റെനോൾട്ടിൻ്റെ മാനിന് കുറേ സെൻസേഴ്സ് കുറവാണ്. അപ്പോൾ മാനിന് കുറച്ചും കൂടി വിൻ്ററിൽ നല്ലത് കുറച്ചും കൂടി മാനിൻ്റെ ട്രക്കൊക്കെയാണ്. വോക്സ് വാഗൻ്റെ ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ അത്. അതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ട്രെയിലർ സെറ്റ്, മിനി ട്രെയിലർ സെറ്റപ്പ്. അതേ ഐസ് നോക്കിയാൽ എന്ത് രസമായിട്ടാണ്. സ്റ്റേഷൻ അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ.